നിങ്ങളിപ്പോൾ മനുഷ്യർ തമ്മിലുള്ള ബന്ധം ഒന്ന് നോക്കുക, വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് നമ്മൾ ഏറ്റവും കൂടുതൽ അടുപ്പമുള്ള മാനസികമായി, അതേപോലെ ബന്ധുത്വം കൊണ്ട് ഒക്കെ ഏറ്റവും കൂടുതൽ അടുപ്പമുള്ളവർ തമ്മിൽ അകന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ഇപ്പോൾ മാധ്യമങ്ങളിൽ നോക്കിയാലും ഒക്കെ നമുക്ക് ഒരു 4-5 വർഷമായിട്ട് നമ്മൾ കാണുന്ന മൊത്തം ഏറ്റവും കൂടുതൽ അടുപ്പക്കാർ തമ്മിലുള്ള ക്രൈമുകൾ, കുറ്റകൃത്യങ്ങൾ കൂടിക്കൊണ്ടിരിക്കുക. അച്ഛൻ മകനെ കൊല്ലുന്നു, മകൻ അച്ഛനെ കൊല്ലുന്നു, ഏറ്റവും പ്രിയപ്പെട്ട കാമുകനെ വിഷം കൊടുത്തു കൊല്ലുന്നു. ഇങ്ങനെ ഏറ്റവും പ്രിയപ്പെട്ടവർ തമ്മിലുള്ള മനസ്സുകൾ ഇങ്ങനെ അകന്നുകൊണ്ടിരിക്കുകയാണ് പുതിയ കാലത്ത്. അതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മനുഷ്യനിൽ എത്രമാത്രം ടെക്നോളജി സമ്മർദ്ദം ചെലുത്തുന്നോ അത്രത്തോളം നമ്മുടെ വിശുദ്ധമായ വൈകാരികമായ ബന്ധം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. നമ്മൾ മൊബൈൽ വെക്കാത്ത സമയമില്ല. നമ്മൾ 24 മണിക്കൂറും നമ്മുടെ ഒരു ഈ പറയുന്ന മൊബൈലിലാണുള്ളത്. അതായത് ഓൺലൈനിലാണ്, ഡിജിറ്റൽ ലോകത്താണ്, ടെക്നോളജിയിലാണ് നമ്മളുള്ളത്. ഈ ഒരു സംഭവം വരുമ്പോൾ യഥാർത്ഥത്തിലുള്ളൊരു ബന്ധമുണ്ട്. നമ്മൾ യന്ത്രമായിട്ട് കൂടുതൽ ബന്ധപ്പെടുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ബന്ധം സ്ഥാപിക്കേണ്ട നമ്മുടെ ഉമ്മ, നമ്മുടെ മക്കൾ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ ഭാര്യ, ഇവരോടൊക്കെ നമുക്ക് അകൽച്ച ഉണ്ടാവും. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു ടെക്നോളജി എവിടെ വളരുന്നു അവിടെ മനുഷ്യൻ തമ്മിലുള്ള വൈകാരികത കുറയും, ബന്ധങ്ങൾ കുറയുന്നുള്ളത്. അത് ഏറ്റവും കൂടുതൽ സംഭവിച്ച് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. കോവിഡിന് മുമ്പ് ശേഷം എന്നുള്ളത് നമുക്ക് നോക്കിയാൽ മതി. കോവിഡിന് മുമ്പത്തേക്കാളും ഏറ്റവും കൂടുതൽ ക്രൈം റേറ്റ്, അതായത് ഫാമിലി റിലേറ്റഡ് ക്രൈം റേറ്റ് കൂടിയിട്ടുള്ളത് കോവിഡിന് ശേഷം. കാരണം എന്താ വെച്ചാൽ, ഈ 1.5 വർഷമാണ് കോവിഡ് ഉണ്ടായിരുന്നത്. ഈ 1.5 വർഷം കൊണ്ട് ലോകത്ത് സംഭവിച്ചത്, ലോകത്ത് 10 വർഷം കൊണ്ട്, അതായത് ഇനി ഭാവിയിൽ 10 വർഷം കൊണ്ട് സംഭവിക്കേണ്ട ടെക്നോളജി അഡ്വാൻസ്മെൻ്റാണ്. അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിലും ഓൺലൈനിലും ഡിജിറ്റൽ ലോകത്ത് സംഭവിക്കേണ്ട വലിയ വിപ്ലവകരമായ മാറ്റങ്ങളാണ് ഈ 1.5 വർഷം കൊണ്ടുണ്ടായത്. അപ്പോൾ ആ 1.5 വർഷം കൊണ്ട് ഈ വലിയ മാറ്റം ടെക്നോളജിയിൽ വന്നപ്പോൾ അത്രയും വലിയൊരു അകൽച്ച മനുഷ്യൻ്റെ മനസ്സുകൾ തമ്മിലുണ്ടായി എന്നുള്ളത്.